ഞാൻ പറയാന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളാണ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് വായിച്ചത്, നിങ്ങളാണ് എഴുതിയത്. എങ്കിലും വളരെ ആകർഷകമായിട്ടാണ് കാരണം ഇത്തരത്തിലുള്ള വേറൊരു ദൗത്യം തുഞ്ചൻ പറമ്പിലുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ളൊരു ആസ്വാദന കുറിപ്പ് മത്സരം നടത്തണം എന്ന് പറയുന്ന സമയത്ത് ജാബർ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജാബറാണ് പറഞ്ഞത് നമുക്ക് അക്ഷരക്കുട്ടവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി നടത്തിക്കൂടിയെന്ന് വെച്ചു. അപ്പോൾ ശരി ആയിക്കോട്ടെ. കാരണം നമുക്ക് ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതൊരു പുസ്തകവും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പുസ്തകം ആളുകൾക്കിടയിൽ എത്തുക എന്നുള്ളതാണ്. എത്താനുള്ള പല ഉപാധികളുണ്ട്. അതിലൊന്നാണ് ഈ ആസ്വാദന കുറിപ്പ് മത്സരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല മേഖലകളുണ്ട്. അതുവഴിയാണ് ഓരോ പുസ്തകവും ആൾക്കാർക്ക് എത്തുകയും വായിക്കുകയും അത് പണ്ടൊക്കെയാണെങ്കിൽ കുറേ അധികം മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അത്രയില്ല. കാരണം അധികം ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നില്ല, വായ കൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. സോഷ്യൽ മീഡിയ വഴിയാണ് പല പുസ്തകങ്ങളും എത്തുന്നത്. അപ്പോൾ അതിലൊരു കാലം കൂടെയാണ്. കാരണം വായന മരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പം അടുത്തടുത്ത് ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾക്ക് 8 ദിവസങ്ങളായിട്ടും പോയിട്ടുണ്ട്. പോയ സ്ഥലങ്ങളിലെല്ലാം എല്ലാവരും പറയുന്നത് എനിക്കടുത്ത് വായന മരിക്കുന്നു, വായന തീരെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എല്ലാ കാലത്തും ഗൗരവമുള്ള കുറേ ആൾ, എനിക്ക് തോന്നുന്നത് കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ഈ പുസ്തകത്തിൻ്റെ വരവ്. അപ്പോൾ ഒരുപാട് പേര് വായിച്ചു, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലൊരു അക്കാദമിക് ഒരു സാധാരണ വായനക്കാരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അവനവൻ്റെ അഭിപ്രായം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു അക്കാദമിക് തലമാണ്. ആ ഒരു ക്രിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ആ പുസ്തകത്തെ വിലയിരുത്തുകയും എനിക്ക് തോന്നുന്നു 40ഓളം പേര് ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. വളരെ അത്ഭുതം. കാരണം ഇത്രയും പുസ്തകത്തിൻ്റെ ഇതിനു മുമ്പ് പല ഇതിലും ജഡ്ജായിട്ട് ഞാൻ ഇരുന്നിട്ടുള്ള ആളാണ്. 20, 21, 10 ഒക്കെ രചനകൾ കിട്ടിയ അനുഭവമുണ്ട്. അതിൽ നിന്നൊരു 40ഓളം രചനകൾ വരെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടൊരു 13ഓളം രചനകളാണ് എം മൂസക്കുട്ടി എന്ന് പറയുന്ന ഒരുപക്ഷെ HNCയുടെ ഒരു സഹയാത്രികനായിട്ട് നിൽക്കുന്ന വലിയൊരു എഴുത്തുകാരൻ, സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം കിട്ടിയ വലിയൊരു എഴുത്തുകാരനാണ് ഇതിൻ്റെ നിർദ്ദേശിച്ചത്. അപ്പോൾ പേര് പോലും കൊടുത്തിട്ടില്ല. ആ പേരൊക്കെ മാറ്റിയിട്ട് രചനകളാണ് കൊടുത്തത്. അദ്ദേഹമാണ് മാർക്ക് കൃത്യമായിട്ട് ഇട്ടിട്ട് നമുക്ക് തന്നത്. ആ മാർക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇതിൽ പങ്കെടുത്ത നിങ്ങളോടുള്ള നന്ദി വായിച്ച് അതിന് ഇത്തരത്തിലൊരു അറിയിക്കുകയാണ് ഞാൻ. അതിനൊപ്പം ഈ ഒരു കൃതി ഇങ്ങനെ പൊതുജന സമക്ഷത്തിലേക്ക് എത്താൻ കാരണക്കാരെന്ന് പറയുന്നത് HNCയും അതുപോലെ തന്നെ വർഗീസേട്ടനൊക്കെയാണ്. അപ്പോൾ ആ ഒരു കടപ്പാട്, HNCയോടുള്ള കടപ്പാട്, വർഗീസേട്ടനോടുള്ള കടപ്പാട്, മോൺസൂട്ടിക്കാടുള്ള കടപ്പാട്